ഹായ് എവ്രി വൺ, വെൽക്കം ടു എലമെൻറ്റ്സ് ഓഫ് സിനിമ. ഞാനിവിടെ ഫിലിം എഡിറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്യുന്ന ആളാണ്. എൻ്റെ പേര് യേതു കൃഷ്ണൻ. ഐ എം കേരള ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് അലുമിനിയെ. സോ നമ്മളുടെ എഡിറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ കുറച്ചുകൂടി ഫിലിം എഡിറ്റിംഗ് കേന്ദ്രീകൃതമായിട്ടാണ് നമ്മളിവിടെ സിലബസ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. നമുക്ക് വളരെ സോൾഡ് ആയിട്ടൊരു സിലബസ് നമുക്ക് ഇവിടെ മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ അപേക്ഷിച്ച് നമുക്ക് എലമെൻറ്റ്സ് ഓഫ് സിനിമയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോൾഡായ സിലബസും സോൾഡായ അധ്യാപകരും ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പാർട്ടാണ്. ഫിലിം എഡിറ്റിംഗ് എന്ന് പറയുന്ന കോഴ്സിൻ്റെ പേരാണെങ്കിൽ പോലും നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിലബസാണ് നമുക്കുള്ളത്. ഇപ്പോൾ ടുവേർഡ്സ് എൻഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാം റീലുകൾ, അതുപോലെ ഷോർട്ട് ഫിലിംസ്, കുറച്ച് VFX ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രൊജക്ട്സുകൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, അതുപോലെ ഡാവിഞ്ചി റിസോൾവ്, അതുപോലെ അഡ്വാൻസ്ഡ് പോസ്റ്റ് പ്രൊഡക്ഷൻ ലെവലിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന തരത്തിൽ നമ്മൾ ട്രെയിൻ ചെയ്യുന്നുണ്ട്. സോ വെറും ഒരു വീഡിയോ എഡിറ്ററിനപ്പുറത്തേക്ക് ഒരു കംപ്ലീറ്റ് ഫിലിം എഡിറ്റർ എന്നുള്ള പാക്കേജിലേക്കാണ് നമ്മൾ കുട്ടികളെ ട്രെയിൻ ചെയ്യുന്നത്. ഒരു സാധാരണ പ്രേക്ഷകനപ്പുറത്തേക്ക് സിനിമയെക്കുറിച്ച് എങ്ങനെ ഉൾക്കാഴ്ചയിൽ കാണാൻ പറ്റുന്നു, ഒരു എഡിറ്റർ എന്ന് പറയുന്ന കംപ്ലീറ്റ്ലി ഒരു കഥയെ മാറ്റിമറിക്കുന്ന ഒരാളെന്ന തെറ്റിദ്ധാരണയ്ക്ക് അപ്പുറത്തേക്ക് സംവിധായകൻ്റെ കൂടെ നിന്ന്, അയാളുടെ വിഷൻ്റെ കൂടെ നിന്ന് എങ്ങനെ നമുക്ക് ആ വിഷനിലേക്ക് എത്തിക്കാം എന്ന് പറയുന്ന ഒരു ട്രെയിനിങ് പ്രോസസ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളുടെ പ്രൊജക്ട്സിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഇൻറ്റേർണൽ പ്രൊജക്ട്സിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും നമ്മൾ ഡയറക്ടിങ് സ്റ്റുഡൻസിൻ്റെ കൂടെ ഇരുന്നു കൊണ്ട് ഈ പറയുന്ന പോലെ എങ്ങനെ ഒരു പ്രീ സ്റ്റേജ്, നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ പോസ്റ്റ് പ്രൊഡക്ഷനിൽ മാത്രമാണ് എഡിറ്ററിൻ്റെ ഒരു റോളെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഒരു ഇനീഷ്യൽ സ്ക്രിപ്റ്റിംഗ് സ്റ്റേജിലും ഈ പറയുന്ന പോലെ അതിൻ്റെ ഒരു പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജിലും എഡിറ്റേഴ്സിനെ കൂടെ ഇരുത്തിക്കൊണ്ട് അവരുടെ സജഷൻസ് എങ്ങനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ റൈറ്റിംഗ് പ്രോസസ്സിലും അതുപോലെ എന്തെങ്കിലും സജഷൻ പ്രോസസ്സിങ്ങിലും ഒക്കെ തന്നെ അവരെ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു കംപ്ലീറ്റ് ട്രെയിനിങ് ആണ് നമ്മൾ കൊടുക്കുന്നത്. സോ സംവിധായകൻ്റെ കൂടെ ഇരുന്നു കൊണ്ട് നമുക്ക് വർക്ക് ചെയ്യാം. പ്രൊഡക്ഷൻ സ്റ്റേജസിലും ഈ പറയുന്ന പോലെ വാലിഡ് സജഷൻസ് കൊടുക്കാനും അതുപോലെ അതിൽ ഇൻവോൾവ് ആവാനും ഒക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ട്രെയിൻ ചെയ്യുന്നുണ്ട് സ്റ്റുഡൻസിനെ. ഇതിനൊക്കെ പോസ്റ്റ് പ്രൊഡക്ഷനിൽ വരുന്ന സമയത്ത് കുറച്ചുകൂടി നമുക്ക് എഡിറ്റേഴ്സിന് ഏറ്റവും കൂടുതൽ വേണ്ടത് പേഷ്യൻസ് ആണല്ലോ. അപ്പോൾ ആ പേഷ്യൻറ്റ് ലെവലിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഇനഫ് സമയം ഇരുന്നുകൊണ്ട് നമുക്ക് ഒരു പ്രൊജക്ട്സിനെ ഒരു തവണ എഡിറ്റ് ചെയ്തു, 2 തവണ എഡിറ്റ് ചെയ്തു, ഒരു 3-4 വേർഷൻസ് ഉണ്ടാക്കിക്കൊണ്ട് നമ്മൾ ഈ പറയുന്ന പോലെ ആ പ്രൊജക്ട്സിൻ്റെ മാക്സിമം പൊട്ടൻഷ്യൽ മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിൽ അതിനെ ഒരു 3-4 വേർഷൻസ് ഒക്കെ എഡിറ്റ് ചെയ്ത് ഈ ഡയറക്ടറിൻ്റെ വിഷനോട് കൂടി ചേർത്ത് എന്നാൽ 2-3 വേർഷൻസ് കൂടി നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് അങ്ങനെയൊക്കെയുള്ള ഒരു എക്സ്ട്രീം ലെവൽ ട്രെയിനിങ് ആണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. വെൻ ഇറ്റ് കംസ് ടു പോസ്റ്റ് പ്രൊഡക്ഷൻ സെഷൻ കുറച്ചുകൂടിയും വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളെങ്ങനെ സൗണ്ടിന് ഉപയോഗിക്കാം. നമ്മൾ സാധാരണ എഡിറ്റേഴ്സ് ഈ പറയുന്ന പോലെ എഡിറ്റ് ചെയ്യും, സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റിനായിരിക്കും, VFX ഡിപ്പാർട്ട്മെൻറ്റിനായിരിക്കും, അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ സാധാരണ ഒരു ഡിപ്പാർട്ട്മെൻറ്റൽ രീതിയിൽ നമ്മൾ ചെയ്യാറ്. പക്ഷേ നമ്മൾ കുറച്ചുകൂടി സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ എന്താണ് കൊടുക്കുന്നത്, VFXലേക്ക് എന്താണ് കൊടുക്കേണ്ടത്, അപ്പോൾ അത്തരം കാര്യങ്ങൾ കൊളാബറേറ്റ് ചെയ്ത് നമ്മൾ അത്തരം ഡിപ്പാർട്ട്മെൻറ്റിനെ നമ്മൾ അവിടേക്ക് ഈ പറയുന്ന പോലെ നമ്മൾ ട്രെയിൻ ചെയ്യിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വിസിറ്റുകൾ അലോ ചെയ്യാറുണ്ട്. നമ്മൾ DA സ്യൂട്ട് അതുപോലെ സൗണ്ട് സ്യൂട്ടിലേക്ക് നമ്മൾ വിസിറ്റുകൾ അലോ ചെയ്തിട്ട് അവിടെ എന്താണ് നടക്കുന്നത്, ആ പ്രോസസ്സിൽ നടക്കുന്നത്, അപ്പോൾ അവർക്ക് എന്താണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ അത്തരം ഒരു ട്രെയിനിങ് നമുക്ക് ഇൻറ്റേർണലായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ ദെൻ ഇറ്റ് കംസ് ടു ഈ പറയുന്ന പോലെ VFX പാർട്ടിൽ വരുന്ന സമയത്ത് അവിടെ എന്തൊക്കെ നടക്കുന്നു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ബേസിക് ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ എക്സ്പേർട്സിന് വെച്ച് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ സാധാരണ ക്ലാസ്സൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ വർക്ക്ഷോപ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് നമ്മളിവിടെ. അപ്പോൾ അങ്ങനെ ഒരു കംപ്ലീറ്റ് ലെവൽ ട്രെയിനിങ് പാക്കേജാണ് നമ്മൾ ഫിലിം എഡിറ്റിങ്ങിൻ്റെ കാര്യത്തിൽ നമ്മൾ കൊടുക്കുന്നത്. നമ്മളുടെ വളരെ സോൾഡ് ആയിട്ടുള്ള സിലബസാണ്. ഒരു 1 ഇയർ സിലബസ് വളരെ ഈ പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും ഗോ ത്രൂ ചെയ്യുന്നത്. ഒരു ഇനീഷ്യൽ എഡിറ്റിംഗ് തോട്ട് മുതൽ നമ്മളെങ്ങനെ പ്രിപ്പയർ ചെയ്യണം, നമ്മളെങ്ങനെ സാധാരണ ഒരു പേപ്പർ എഡിറ്റ് എന്നൊക്കെ പറഞ്ഞൊരു പരിപാടിയുണ്ട്. സോ സാധാരണ നമ്മൾ ഒരു എഡിറ്റ്, ചില ആൾക്കാർ ഓൺ ദി ഗോ എഡിറ്റ് ചെയ്യാറുണ്ടെങ്കിൽ പോലും നമ്മൾ ഒരു മെറ്റീരിയൽ കണ്ടാൽ നമ്മൾ എങ്ങനെ അതിനെ ഈ പറയുന്ന പോലെ അതിനൊന്ന് മനസ്സിലാക്കണം, അതിനെ 2-3 തവണ കാണണം. ആ കണ്ടിട്ട് നമുക്ക് ഈ പറഞ്ഞ പേപ്പറിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ജസ്റ്റ് ഒന്ന് റഫായിട്ട് നമ്മൾ നോട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മളത് കൃത്യമായിട്ട് എങ്ങനെ പേപ്പർ എഡിറ്റ് ചെയ്യും. വെൻ ഇറ്റ് കംസ് ടു ഫസ്റ്റ് കട്ട്, ആ ഫസ്റ്റ് കട്ട് പ്രോസസ്സിൽ ഈ പറയുന്ന പോലെ സംവിധാനം ഇല്ലാതെ ഇരുന്ന് നമ്മൾ ആദ്യം ഒരു റഫ് കട്ട് ഉണ്ടാക്കി, പിന്നെ സംവിധാനത്തിൻ്റെ കൂടെ ഇരുന്ന്, പിന്നെ അതുപോലെ അതർ സ്റ്റുഡൻസിൻ്റെയും ഫാക്കൽറ്റീസിൻ്റെയൊക്കെ സജഷൻസ് കൊടുത്ത് നമ്മൾ എങ്ങനെ ഇതിനെ ഒരു ഘട്ടമായിട്ട് ഇതിനെ മിനുക്കുന്നു എന്നുള്ള പരിപാടി നമ്മൾ ഇവിടെ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. സോ ഈ സിലബസ് തന്നെ നമ്മൾ ഈ പറയുന്ന പോലെ പല ജോണേഴ്സ് ഓഫ് റഷസ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ ഷൂട്ട് ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഒറിജിനൽ സിനിമകൾ, ഇപ്പോൾ സിനിമയുടെ ഫൂട്ടേജുകൾ വെച്ച് നമ്മൾ ട്രെയിൻ ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ പല ജോണേഴ്സ് നമ്മൾ ഒരു 1-2 റഷസ് കൊടുത്ത് അവരെ എഡിറ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ ബേസിക് ഓപ്പറേഷൻ മനസ്സിലാക്കി വിടുകയല്ല. പല ജോണേഴ്സിലുള്ള ഫൂട്ടേജുകൾ പരിചയപ്പെടുന്നുണ്ട്. ഫൈറ്റ്, ജോവിയലായിട്ട്, കോമഡി, അതുപോലെ ഇമോഷൻ, 2 പേരുള്ള ഇമോഷൻസ്, 3 പേരുള്ള എഡിറ്റ്, 3 പേരുള്ള സീനുകൾ, അതുപോലെ അങ്ങനെ മൾട്ടിപ്പിളായിട്ട് പല കൈൻഡ് ഓഫ് ഫൂട്ടേജുകൾ അവർ ട്രെയിൻ ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അവരൊരു സിനിമയിലേക്ക് പ്ലേസ് ചെയ്യപ്പെടുന്ന സമയത്ത് അവർക്ക് ഇത്തരം ഒരു ഷോർട്ട് ഫിലിം കംപ്ലീറ്റ് ചെയ്ത അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം ചെയ്ത പോലത്തെ ഒരു എക്സ്പീരിയൻസിന് അപ്പുറത്തേക്ക് അവർക്ക് പല ഇമോഷൻസും പല ജോണേഴ്സും വർക്ക് ചെയ്യാനുള്ള ധൈര്യം അവർക്ക് ഉണ്ടാകുന്നുണ്ട്.
അതുപോലെ നമ്മൾ ശരിക്കും സീൻ വർക്കുകൾ കൊടുക്കാറുണ്ട്. ഇപ്പോൾ ചില സീനുകൾ മാത്രം കൊടുക്കാറുണ്ടെങ്കിൽ പോലും അവസാനത്ത് നമ്മുടെ സിലബസിൻ്റെ സ്റ്റേജിൽ വരുന്ന സമയത്ത് അവർക്ക് ഫീച്ചർ ഫിലിം ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. അതിൽ അവരൊരു ഓൾമോസ്റ്റ് ഒരു 35-40 മിനിറ്റ്സോളം വരുന്ന ഒരു ഫൂട്ടേജ് അവർ കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കൊരു ചെറിയ ഒരു സാധനം എഡിറ്റ് ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഒരു ഇവിടുന്ന് പഠിച്ചിറങ്ങുമ്പോഴത്തേക്ക് ഒരു വലിയ സിനിമ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ധൈര്യം അവർക്ക് ഈ പറയുന്ന കോഴ്സുകൾ അവർക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ നമ്മൾ നേരത്തെ സംസാരിച്ച സൗണ്ട് എഡിറ്റിങ്ങിൻ്റെ പാർട്ട്, സൗണ്ട് എഡിറ്റിങ്ങിൽ അവർ വളരെ ഈ പറയുന്ന പോലെ ഏറ്റവും ഓഡിഷൻ പോലത്തെ അതുപോലെ ന്യൂവെൻഡോ പോലത്തെ സോഫ്റ്റ്വെയർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ കോഴ്സിനിടയ്ക്കായിട്ട്. അതിൻ്റെ എക്സ്പേർട്സ് ഒന്ന് ക്ലാസ് എടുക്കാറുണ്ട്. അപ്പോൾ അവർക്ക് സൗണ്ടിൽ എന്തൊക്കെ മാക്സിമം ചെയ്യാൻ പറ്റും എന്നുള്ള ട്രെയിനിങ് അവർക്ക് കിട്ടുന്നുണ്ട്. സൗണ്ടിൻ്റെ ഇപ്പോൾ സൗണ്ട് എഡിറ്റിംഗ് ആണെങ്കിലും സൗണ്ട് ഡിസൈനിങ് ആണെങ്കിലും സൗണ്ട് മിക്സിംഗ് ആണെങ്കിലും അത്തരം 3 കാര്യങ്ങളും നമ്മൾ ഈ പറയുന്ന സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിൽ, അല്ലെങ്കിൽ അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ, ഒരു സ്റ്റുഡിയോയിൽ പോയിരുന്ന് കഴിഞ്ഞാൽ അവർക്ക് സജഷൻ കൊടുക്കാൻ പറ്റുന്ന തരത്തിൽ, സംസാരിക്കാൻ പറ്റുന്ന രീതിയിൽ അവർക്ക് ട്രെയിൻ ചെയ്യപ്പെടുന്നുണ്ട്. സോ അവർക്ക് കുറച്ചുകൂടി കൊളാബറേറ്റീവ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലാണ് ഇവിടെ ഈ പറഞ്ഞ പോലെ കോഴ്സിൻ്റെ മൊത്തം സ്ട്രക്ചർ ചെയ്തേക്കുന്നത്. നമ്മളിപ്പോൾ എഡിറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് മാത്രം അവരിങ്ങനെ വർക്ക് ചെയ്ത് പോകുന്നതിനപ്പുറത്തേക്ക് ഈച്ച് ആൻഡ് എവരി സെമസ്റ്റർ അല്ലെങ്കിൽ ഓരോ ട്രിമസ്റ്ററിലും അതുപോലെ ഓരോ വീക്കിലും ഈ പറയുന്ന പോലെ എത്രത്തോളം കൊളാബറേറ്റ് ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ പോലെ സ്റ്റുഡൻറ്റ് ഡയറക്ടേഴ്സ്, സിനിമാറ്റോഗ്രാഫി ഡിപ്പാർട്ട്മെൻറ്റ്, ആക്ടിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, ഈ എക്സസൈസുകൾ എക്സസൈസുകൾ മൊത്തം ഓരോ ഈ പറഞ്ഞ പോലെ ഡിപ്പാർട്ട്മെൻറ്റ് എക്സസൈസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് എഡിറ്റിംഗ് സ്റ്റുഡൻസ് തന്നെയാണ്. അപ്പോൾ അവർ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള എഡിറ്റും ആ പ്രോസസ്സിലൂടെ അവർ പോകുന്നുള്ളത് കൊണ്ട് അവർക്ക് എന്താണ് ക്ലയൻറ്റിന് വേണ്ടത്, അല്ലെങ്കിൽ എന്താണ് സംവിധായകന് വേണ്ടത്, അല്ലെങ്കിൽ എന്താണ് വേണ്ടതെന്നുള്ള കൃത്യമായിട്ടുള്ള ധാരണ അവർക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ വീഡിയോ എഡിറ്റിങ്ങിൻ്റെ കാര്യം തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മേഖലകളുണ്ട്. എഡ്യൂക്കേഷനുണ്ട്, ന്യൂസുണ്ട്, അതുപോലെ എൻ്റർടൈൻമെൻ്റ് ഉണ്ട്. സോ ഇത്തരം മേഖലകളിൽ നമ്മൾ സാധാരണ വേണ്ടി വരുന്ന ഒരു എന്താ പറയുന്നത് ഒരു ആവശ്യകതകളുണ്ട്. അപ്പോൾ അവർക്ക് ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു പരസ്യമാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ടാർഗറ്റ് ഓഡിയൻസ് ഉണ്ടാവും. ആ ഓഡിയൻസിന് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കുട്ടികൾക്ക് ഉള്ള ഒരു ആഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കളേഴ്സിലായിരിക്കും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതേ തരത്തിൽ നമ്മളൊരു ഒരു യൂത്ത് എന്ന് പറയുന്ന ഒരു പരിപാടിക്ക് നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു ട്രെൻഡോ അല്ലെങ്കിൽ മ്യൂസിക്കോ അത്തരം കാര്യങ്ങളായിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. എന്നാൽ കുറച്ചുകൂടി ഒരു എൽഡർ ഏജ് ഗ്രൂപ്പിലുള്ള ഒരാൾക്ക് വേണ്ടിയുള്ള കണ്ടന്റ് ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി സോൾഡ് ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻ ആയിരിക്കും അവിടെ വേണ്ടി വരുന്നത്. സോ അത്തരം ഡിഫറൻസസ് മനസ്സിലാക്കാനും അത്തരം ഈ ടാർഗറ്റഡ് ഓഡിയൻസിന് വേണ്ടി നമ്മൾ എങ്ങനെ നമ്മൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള തോട്ടുകളും അതിൻ്റെ കാര്യങ്ങളും നമ്മൾ സംസാരിക്കുന്നുണ്ട് ക്ലാസ്സുകളിൽ. അതുപോലെ തന്നെ ക്ലാസ്സുകളിൽ നമ്മൾ ഇൻറ്റേർണൽ പ്രൊജക്ട്സുകൾ ചെയ്യാറുണ്ട്. ഒരു എഡിറ്റിംഗ് സ്റ്റുഡൻസിന് എഡിറ്റിംഗ് മാത്രമല്ലാതെ അവർ ഇൻറ്റേർണലായിട്ട് എഴുതി ഈ പറഞ്ഞ പോലെ അവരുടെ ഗ്രൂപ്പായിട്ട് സംവിധാനം ചെയ്ത് അവർ ആ പ്രോസസ്സിൽ, ആ കംപ്ലീറ്റ് ഫിലിം മേക്കിംഗ് പ്രോസസ്സിൽ ഇൻവോൾവ് ആവുന്ന തരത്തിൽ നമ്മൾ ഇൻറ്റേർണൽ എക്സസൈസുകൾ കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് സെമസ്റ്ററിലാണെന്നുണ്ടെങ്കിൽ അവർക്ക് കണ്ടിന്യൂറ്റി എക്സസൈസുകളും അതുപോലെ ഡ്രാമ എക്സസൈസുകളും ഡയലോഗ് എക്സസൈസുകളും കൊളാബറേറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്തതിനപ്പുറത്തേക്ക് അവർക്ക് ഇൻറ്റേർണൽ ഇത് ചെയ്യുകയും വേണം. സോ ദാറ്റ് അവർ ഈ പറയുന്ന പ്രോസസ്സിൽ ഇൻവോൾവ് ആവുകയും അവരുടെ റൈറ്റിംഗ് സ്കിൽസ് അല്ലെങ്കിൽ അവരുടെ ഈ പറയുന്ന പോലെ ഈ കാര്യങ്ങളെ തോട്ടുകളെ മനസ്സിലാക്കിക്കൊണ്ട് ഈ പറയുന്ന പോലെ ജമ്പിളപ്പ് ചെയ്ത് അവർ ഈ പറയുന്ന ഒരു നാട്ടിലേക്ക് എത്തിക്കാൻ പറ്റുന്ന തരത്തിലുള്ള അവരുടെ സ്കില്ലുകൾ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ അത്തരം എക്സസൈസുകൾ പെക്യുലറായിട്ട് കൊടുക്കുന്നുണ്ട്. സോ നേരത്തെ സംസാരിച്ചതുപോലെ നമ്മൾ കോഴ്സിൽ നമ്മൾ കൃത്യമായിട്ടുള്ളൊരു ഘടനയുണ്ട്. ഫസ്റ്റ് സെമസ്റ്ററിൽ നമ്മൾ പോകുന്ന ആദ്യത്തെ 3 മാസം നമ്മൾ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ സ്റ്റുഡൻസിനും എല്ലാ വിദ്യാർത്ഥികൾക്കും എഡിറ്റിംഗ് ഒരു ബേസിക്സ് പഠിപ്പിച്ചിട്ടാണ് നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നത്. സോ ഒരു എഡിറ്റർ എന്ന രീതിയിൽ ഒരു എമച്വർ എഡിറ്റർ എന്ന രീതിയിൽ നമുക്ക് എങ്ങനെ ഈ പറഞ്ഞ പോലെ ഫിലിം എഡിറ്റിങ്ങിനെ അപ്രോച്ച് ചെയ്യാം എന്നുള്ള ഒരു ലെസൺ തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒരു കോഴ്സിൻ്റെ ഒരു ഘടന പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എങ്ങനെ ഈ പറഞ്ഞ പോലെ എഡിറ്റ് ലാബിൽ നമ്മളെങ്ങനെ കൈകാര്യം ചെയ്യണം, അതുപോലെ ഒരു ബേസിക് ഡിസിപ്ലിൻ എങ്ങനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം, ഒരു ലാബിൽ എങ്ങനെ കൈകാര്യം ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ്. കാരണം നമ്മൾ ഈ പറയുന്ന പോലെ എഡിറ്റിംഗ് മെഷീനെ കുറിച്ച് അറിഞ്ഞിരിക്കണം, ഈ പറഞ്ഞ പോലെ ഹിസ്റ്ററി അറിഞ്ഞിരിക്കണം. നമ്മളിപ്പോഴും പറയുമല്ലോ, നമ്മൾ കാര്യം ചെയ്യുന്ന സമയത്ത് പറഞ്ഞ് തുടക്കം അറിയാം പോലെ നമ്മൾ ഹിസ്റ്ററി തൊട്ട് പറഞ്ഞ് ഈ പറഞ്ഞ എഡിറ്റിംഗ് മെഷീനെ കുറിച്ച് പരിചയപ്പെടുന്നുണ്ട്. കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് ഈ പറഞ്ഞാൽ ഹാർഡ്വെയർ എന്താണ്, സോഫ്റ്റ്വെയർ എന്താണ്, ഇതിലൂടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് ടെക്നിക്കലി നമ്മൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നമ്മൾ എക്സ്പെർട്സിന് ക്ലാസ് വെക്കാറാണ് പലപ്പോഴും. അപ്പോൾ ഈ പറയുന്ന പോലെ ഒരു മെഷീനുള്ളിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്, ഇപ്പോൾ എന്തെങ്കിലും എപ്പോഴും സംഭവിക്കുന്ന കാര്യമാണ്. നമ്മൾ പഠിച്ചിറങ്ങിയിട്ട് ഈ പറഞ്ഞ പോലെ സിനിമയിലേക്ക് പ്ലേസ് ആവുന്ന സമയത്ത് അവിടെ അവർ എന്തെങ്കിലും ടെക്നിക്കൽ എറർ വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വരികയോ ഉണ്ടെങ്കിൽ അപ്പോൾ അവിടെ സ്റ്റക്കായി പോകും. അപ്പോൾ നമ്മൾ അത്തരം പ്രോബ്ലം സോൾവിങ് സ്കിൽസും നമ്മൾ ഈ പറയുന്ന പോലെ ടെക്നിക്കൽ സ്റ്റാൻഡ് പോയിന്റും നമ്മൾ പഠിച്ചു കൊടുക്കുന്നുണ്ട്.
അപ്പോൾ എങ്ങനെ നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പരിഹരിക്കാൻ പറ്റും, അവിടെ സ്റ്റക്കാവാതെ കൃത്യമായിട്ട് അതിൻ്റെ വഴികൾ കണ്ടെത്താൻ പറ്റും, അല്ലെങ്കിൽ ആ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള നോളജ് തീർച്ചയായിട്ടും ഒരു എഡിറ്റർക്ക് വേണം. നമ്മൾ പലപ്പോഴും ഒരു ടെക്നോളജി പഠിച്ച് നമ്മൾ അതിലൂടെ പഠിപ്പിച്ച് വിടുക എന്നതിനപ്പുറത്തേക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് ഈ വരാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിനെക്കുറിച്ചും ഒരു ദീർഘവീക്ഷണം പോലെ നമ്മൾ ഒരു കാര്യം ഒരു ക്ലാസ്സിൽ കൊടുക്കാറുണ്ട്. ഇപ്പോൾ നമ്മുടെ ലേറ്റസ്റ്റ് കഴിഞ്ഞ വർഷത്തെ പുതിയ വർഷത്തെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള സിലബസിൽ AI എന്ന് പറഞ്ഞ AI ജനറേറ്റീവ് ടൂൾസ് എന്താണ്, അതുപോലെ ഇത്തരം കാര്യങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്, അത്തരം ക്ലാസ്സുകളും നമ്മൾ സംസാരിച്ച് പോകാറുണ്ട്. സോ ഒരു എഡിറ്റർ എന്ന രീതിയിൽ നമ്മൾ എങ്ങനെ സിനിമയെ കാണണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ആദ്യത്തെ ലെസണിൽ വരുന്നൊരു കാര്യമാണ്. ഒരു സാധാരണ കാഴ്ചക്കാരനപ്പുറത്തേക്ക് ഒരു എഡിറ്ററായിട്ട് നമുക്ക് എങ്ങനെ സിനിമയെ കാണാൻ പറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ അത് പോസിബിൾ അല്ല. ആദ്യത്തെ ഒരു 3-4 മാസത്തേക്ക് നമുക്ക് അങ്ങനെ ഈ പറയുന്ന പോലെ ആദ്യം സിനിമ ആ ടേസ്റ്റിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമ്മൾ ഒരുപാട് കൈൻഡ് ഓഫ് ക്ലാസിക്സുകളും അതുപോലെ ഒരുപാട് സ്ക്രീനിങ്ങുകളും ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ ആദ്യം സിനിമയെ എങ്ങനെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ള ഒരു ലെസൺ നമുക്ക് കൊടുത്തു പോകുന്നുണ്ട്. പിന്നീടാണ് നമ്മൾ കുറച്ചുകൂടി ടെക്നിക്കലി അവരെ സിനിമ കാണാൻ പഠിപ്പിക്കുന്നത്. നമ്മൾ എന്തൊക്കെ ടെക്നിക്സ് അവിടെ യൂസ് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ രീതിയിലാണ് കഥ പറഞ്ഞിട്ടുള്ളത്, എന്തൊക്കെ കട്ടുകളിലൂടെയാണ് ഈ പറഞ്ഞ പോലെ ഇമോഷൻസിൻ്റെ വേരിയേഷൻസ് മാറിയിട്ടുള്ളത്. സോ അത്തരം മൈന്യൂട്ട് ഡീറ്റെയിൽസിലേക്ക് അവരെ പയ്യെ നമ്മൾ ട്രെയിൻ ചെയ്ത് വിടുകയും, എന്നാൽ അതിലേക്ക് ഈ പറയുന്ന പോലെ നമുക്ക് ഒരിക്കലും അങ്ങനെ ഞാൻ എപ്പോഴും സ്റ്റുഡൻസിനോട് പറയുന്നൊരു കാര്യമാണ്, നമ്മൾ ടെക്നിക്കലി നമ്മൾ സിനിമ കാണാൻ ശ്രമിക്കരുത്. ആദ്യം നല്ല ഓഡിയൻ്റായിട്ട് നമ്മൾ എൻജോയ് ചെയ്യുക, എന്നിട്ട് സെക്കൻഡ് ടൈം നമ്മൾ കാണുന്ന സമയത്ത് കുറച്ചുകൂടി അത്തരം കാര്യങ്ങളെ കുറിച്ച് ശ്രമിക്കുക. ആൻഡ് ഈ റീ വാച്ചിങ് ഫിലിംസ് ഇസ് ഓൾവേസ് ബെറ്റർ. കാരണം നമ്മൾ ഒരു സിനിമ കണ്ടിട്ട് ജഡ്ജ് ചെയ്യുന്നതിനപ്പുറത്തേക്ക് അത് വേറൊരു സമയത്ത് വേറൊരു മൂഡിൽ നമ്മൾ വേറൊരു എന്താ പറയുക ഒരു സ്റ്റാൻഡ് പോയിന്റ് നമ്മൾ കാണുന്ന സമയത്ത് കംപ്ലീറ്റ്ലി വേറെ രീതിയിലായിരിക്കും നമ്മൾ കാണുന്നത്. സോ അത്തരം റീവാച്ചിങ് എന്നുള്ളൊരു ഒരു കാര്യം നമ്മളെപ്പോഴും സ്റ്റുഡൻസിനോട് പറയാറുണ്ട്. അവരെ കൊണ്ട് നമ്മൾ റീവാച്ച് ചെയ്യിക്കാറുണ്ട്. അതുപോലെ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ സിലബസിന് ആദ്യം തുറക്കുന്നതൊക്കെ പറയുന്ന കാര്യമാണ്, നമ്മൾ എപ്പോഴും സിനിമ കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ കുത്തിക്കുറിക്കാൻ പറയും. കാരണം അത് ഈ പറഞ്ഞ ഓരോ തവണ കാണുന്ന സമയത്തും അതിൽ വരുന്ന പെർസ്പെക്റ്റീവ്സ് വളരെ വ്യത്യാസമായിരിക്കും. സോ അത്തരത്തിൽ നമ്മൾ സിനിമ എങ്ങനെ കാണണം, ഈ പറയുന്ന പോലെ സിനിമയെ ടെക്നിക്കലി എങ്ങനെ കാണാൻ പറ്റും, ഈ പറഞ്ഞ ഓരോ റീവാച്ചിലും നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നോട്ട് ചെയ്യാൻ പറ്റും. പലപ്പോഴും നമുക്ക് ഈ പറയുന്ന പോലെ പല ടെക്നിക്സിനെ കുറിച്ച് പറയും, അല്ലെങ്കിൽ അവർ കണ്ടുപിടിച്ച കുറേ കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതേ കാര്യം എല്ലാ സിനിമകളിലും എല്ലാ സീനുകളിലും എല്ലാ സ്ഥലങ്ങളിലും അപ്ലൈ ആവാൻ നിർബന്ധമില്ല, അല്ലെങ്കിൽ ഇതെല്ലാം അവിടെ കൃത്യമായിട്ട് വരണം നിർബന്ധമില്ല. സോ ഒരു ഇൻറ്റ്യൂട്ടീവ് മോഡിൽ സിനിമയെ ഈ പറയുന്ന പോലെ എഡിറ്റിംഗ് സമയത്ത് ചെയ്യാൻ ഞാൻ പറയാറുണ്ട്. ഇപ്പോൾ പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള കുറച്ച് ടെക്നിക്സ് നമ്മൾ യൂസ് ചെയ്ത് അതിലേക്ക് എത്തിക്കുക എന്നുള്ളത് പലപ്പോഴും സാധ്യമായ കാര്യമല്ല. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഇതിനൊക്കെ മനസ്സിലാക്കുന്ന ഒരു സാധനം ക്ലാസ്സുകൾ സംസാരിക്കുകയും, എന്നാൽ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി ഇൻറ്റ്യൂട്ടീവായിട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഫ്രീ ആയിട്ട് ചെയ്യാൻ വിടുന്ന രീതിയാണ് നമ്മൾ ട്രെയിൻ ചെയ്യുന്നത്. അതുപോലെ ഒരു ഫസ്റ്റ് കട്ട്, സെക്കൻഡ് കട്ട്, തേർഡ് കട്ട്, അതുപോലെ വേർഷൻസ് നമ്മൾ ചെയ്യാൻ പറയും, പല വേർഷൻസ് ചെയ്യാൻ പറയും. ഈ കഥയെ നമുക്ക് കുറച്ച് എന്താ പറയുക വേറെ രീതിയിൽ നോൺ ലീനിയറായിട്ടും പറയുന്ന രീതിയിൽ നമ്മൾ ചെയ്യാൻ പറയും. സോ അത്തരം ഈ പറഞ്ഞ പോലെ ഒരു ഇൻറ്റൻസീവ് ട്രെയിനിങ് തന്നെയാണ് ഈ എഡിറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ ആ ഒരു ഏരിയയിൽ നമ്മൾ കൊടുക്കുന്നത്. ഒരു റഷ്യൻ്റെ മാക്സിമം പൊട്ടൻഷ്യൽ നമുക്ക് എങ്ങനെയൊക്കെ കൊണ്ടുവരാൻ പറ്റും. അതിൽ മേ ബി അപ്സൈഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അമച്വർ ആയിരിക്കാം, ചിലപ്പോൾ നമുക്കൊന്നും ഈ പറഞ്ഞ തോന്നാത്ത തരത്തിൽ ചിലപ്പോൾ മോശമായിരിക്കാം. പക്ഷേ ആ വ്യത്യാസങ്ങളെ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക, ഈ പറഞ്ഞ പോലെ ഒരു സഹപാഠി എഡിറ്റ് ചെയ്യുന്ന ആ ഒരു വേറൊരു വ്യത്യാസമുള്ളൊരു ആംഗിൾ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. സോ അത്തരം ഡിസ്കഷൻസ് നമ്മൾ ഈ പറഞ്ഞ പോലെ എപ്പോഴും നമ്മളൊരു ഗ്രൂപ്പൊക്കെ തുടങ്ങി നമ്മൾ കീപ്പ് ചെയ്യാറുണ്ട്. നമുക്കൊരു എഡിറ്റിംഗ് ഗ്രൂപ്പ്, നമ്മളൊരു ഗ്രൂപ്പുണ്ട്, ഡിസ്കഷൻ ഗ്രൂപ്പുണ്ട്. ആ ഡിസ്കഷൻ ഗ്രൂപ്പിൽ നമ്മൾ സംസാരിക്കാറുണ്ട്. പിന്നെ ഞാൻ വിശ്വസിക്കുന്ന എഡിറ്റിംഗ് ഈ ക്ലാസ്സുകൾ, സിനിമ ക്ലാസ് അല്ലെങ്കിൽ ആർട്ട് അല്ലെങ്കിൽ ഇത്തരം ഫിലിം ക്ലാസ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ലെക്ചർ പരിപാടി അല്ല, അങ്ങനെയല്ല വർക്കാവുന്നത്. സോ നമ്മൾ പലപ്പോഴായിട്ടും ഇത്തരം ഡിസ്കഷൻസ് ആക്റ്റീവായിട്ട് കൊണ്ടുപോകാറുണ്ട്. ഈ ക്ലാസ്സുകൾക്ക് അപ്പുറത്തേക്ക് ഈവനിങ്ങിലാണെങ്കിലും നമ്മളുടെ സിനിമ ചർച്ചകൾ, അതുപോലെ ഈ പറഞ്ഞ പോലെ സിനിമകൾ കാണുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അതുപോലെ അത്തരം എക്സ്ട്രാ സിനിമ സംബന്ധമായിട്ടുള്ള ചർച്ചകളും പുസ്തകങ്ങളെ പറ്റിയും നമ്മൾ സംസാരിക്കാറുണ്ട്. സോ നമ്മളെപ്പോഴും ഒരു പുസ്തകം വായിക്കുന്ന സമയത്ത് നമ്മൾ ഇമാജിൻ ചെയ്യുമല്ലോ, ഈ ഇതൊക്കെ എങ്ങനെയാണെന്ന് ഇമാജിൻ ചെയ്യുമല്ലോ. സോ അത്തരം ഒരു ഇമാജിനേറ്റീവ് സാധനം കൂട്ടാൻ വേണ്ടി നമ്മൾ ഒരു വീക്ക്ലി ഒരു ബുക്കിനെ പറ്റി സംസാരിച്ചിട്ട്, അല്ലെങ്കിൽ ആ പുസ്തകങ്ങളെ ഞങ്ങൾ സജസ്റ്റ് ചെയ്തിട്ട് അത് വായിച്ചിട്ട് അത് വന്ന് അഡാപ്റ്റ് ചെയ്യുന്ന രീതിയിൽ, അതിനെ സ്ക്രിപ്റ്റ് ആക്കുന്ന രീതിയിലൊക്കെ നമ്മൾ അത്തരം എക്സസൈസുകൾ നമ്മൾ പലപ്പോഴും ചെയ്യാറുണ്ട്. സോ ദാറ്റ് അവർക്ക് ഈ സീനുകൾ എങ്ങനെയൊക്കെ നമുക്ക് ഈ പറയുന്ന പോലെ സിനിമയിലേക്ക് കൊണ്ടുവരാൻ പറ്റും, അതിനെ എന്താ പറയുക എങ്ങനെയൊക്കെ സീനുകളായിട്ടും ഷോർട്ടുകളായിട്ടും നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഡിസ്കഷൻ പോലും നമ്മൾ എഡിറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ എഡിറ്റിങ്ങിൽ ഒരു ഫിലിം ഫൈൻ ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ഡിഫറെൻ്റ് ആണ്. നമ്മൾ ഒരു ഫസ്റ്റ് കട്ട്, സെക്കൻഡ് കട്ട്, തേർഡ് കട്ട് കഴിഞ്ഞ് നമ്മളതിനെ സൗണ്ടിലേക്കും പല സ്ഥലങ്ങളിലേക്കും അയക്കും. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടി വന്നതിന് ശേഷം നമ്മൾ ഈ പറയുന്ന പോലെ ഒന്ന് ഫൈൻ ട്യൂൺ ചെയ്യും. അവിടെയും നമുക്ക് പലപ്പോഴും ഈ പറയുന്ന പോലെ ചില സമയത്ത് സീനുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റേണ്ടി വരാം.
അവിടെയൊക്കെ കുറച്ചുകൂടി ആ ഒരു സമയത്തായിരിക്കും കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടുന്നത്, ഇത് എങ്ങോട്ടാണ് പോകുന്നത്. നമുക്ക് ഒരിക്കലും ഈ പറഞ്ഞ പോലെ സ്ക്രിപ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റില്ല. പലപ്പോഴും ചെയ്യാൻ പറ്റുമെങ്കിൽ പോലും നമുക്ക് വൺസ് ഈ എഡിറ്റിൻ്റെ പ്രോസസ്സിലേക്ക് കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമുക്ക് മനസ്സിലാവുന്നത് ചില കാര്യങ്ങൾ എവിടെ വർക്കാവുന്നു, ചില കാര്യങ്ങൾ എവിടെ വർക്കാവുന്നില്ല. സോ അത്തരം പോയിന്റ് നമ്മൾ എന്ത് ചെയ്യും, റീ എഡിറ്റ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ നമുക്ക് വളരെ വർക്കായി തോന്നിയ ഒരു കാര്യം ചിലപ്പോൾ ഒരു സമയം കഴിയുമ്പോൾ വർക്കായി എന്ന് വരില്ല. അതൊക്കെ നമ്മൾ ഈ പറയുന്ന പോലെ എഡിറ്റിംഗ് ക്ലാസ്സുകൾ പലപ്പോഴും നമ്മൾ കാണാറുള്ള കാര്യമാണ്. നമുക്കൊരു സമയത്ത് വളരെ എന്താ പറയുക വെറുത്തായിട്ട് തോന്നിയൊരു സീൻ നിലവിൽ നമുക്ക് നിഷ്കരണം എടുത്ത് കളയേണ്ടി വരും. സോ അത്തരം പ്രോസസ്സുകളിലായിരിക്കും കുറച്ചുകൂടി ഈ പറയുന്ന പോലെ ഒരു സിനിമ അല്ലെങ്കിൽ ഒരു കണ്ടന്റിൽ ഈ പറയുന്ന പോലെ ഇത് ഫിറ്റ് ആകുമോ ഇതില്ലയോ എന്നുള്ള ചോയ്സസ് എടുക്കേണ്ടി വരിക. സോ അത്തരം ട്രെയിനിങ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന പോലെ ഒരു 45 മിനിറ്റ്സ് അല്ലെങ്കിൽ 50 മിനിറ്റ്സ് വരുന്ന റഷസിന് നമ്മൾ ചെയ്യുന്ന സമയത്താണ് സാധാരണ ഷോർട്ട് ഫിലിം ചെയ്യുന്നതിന് അപ്പുറത്തേക്ക് അല്ലെങ്കിൽ ഒരു സീൻ മാത്രം ചെയ്യുന്ന അപ്പുറത്തേക്ക് ഈ വ്യത്യാസം അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇത്തരം നറേറ്റീവുകൾ കൃത്യമായിട്ട് എങ്ങനെ കൊണ്ടുപോകാം, ഈ പറഞ്ഞ ഇമോഷൻസിനെ ത്രൂ ഔട്ട് എങ്ങനെ നമുക്ക് ബാലൻസ് ചെയ്യാം. അതുപോലെ ഒരു സീൻ നമ്മളൊരു സീൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ സീൻ എഡിറ്റ് ചെയ്യേണ്ടത് ആ സീനിൻ്റെ കണ്ടന്റ് വെച്ച് മാത്രം, അല്ലെങ്കിൽ ആ സീനിന് വേണ്ടി മാത്രമായിരിക്കരുത്. അത് വരാൻ പോകുന്ന സീനിനും അല്ലെങ്കിൽ അത് കഴിഞ്ഞ സീനിനും കോംപ്ലിമെന്റ് ചെയ്യുന്ന തരത്തിലായിരിക്കണം നമ്മൾ ഈ പറഞ്ഞൊരു ഒരു സിമ്പിൾ സീനാണെങ്കിൽ ഇപ്പോൾ എഡിറ്റ് ചെയ്യേണ്ടത്. കാരണം ഇത് എന്താ പറയുക മൊത്തം നെറേറ്റീവിനെയാണ് നമ്മൾ ഈ പറയുന്ന പോലെ അതിലേക്കാണ് നമ്മളിത് വെക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഒരു സീൻ ചെയ്യുന്ന സമയത്ത് ആ സീൻ ഇമോഷൻസ് മാത്രം ഉൾക്കൊണ്ട് എഡിറ്റ് ചെയ്യുന്നതിനപ്പുറത്തേക്ക് യു ഹാവ് ടു കൺസിഡർ ദ ഹോൾ നാരറ്റീവ് ഇഫ് ഇറ്റ്സ് കണക്റ്റിംഗ് ഓർ നോട്ട് എന്ന് പറയുന്ന അത്തരം ഒരു ലാർജർ തോട്ടിലേക്കും നമ്മൾ എന്ത് ചെയ്യണം ഈ പറയുന്ന പോലെ ആലോചിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് നമ്മൾ സിനിമേനെ ഈ പറയുന്നത് പോലെ ഒരു സിനിമ വർക്കാവുന്നുണ്ടോ ഇല്ലയോ എന്ന രീതിയിൽ നമ്മൾ ലാർജർ പിക്ചറിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന രീതിയിൽ നമ്മൾ എഡിറ്റ് ചെയ്യുക. സോ ത്രൂ ദിസ് പ്രോസസ്സ് സ്റ്റുഡൻസ് ഒരു സമയം കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും കുറച്ച് കാര്യങ്ങൾ. ഒരു സാധാരണ ഒരു അമച്വർ എഡിറ്റർ അല്ലെങ്കിൽ ഒരു മീഡിയം ലെവൽ എഡിറ്റർ എന്ന് അവർ ക്ലാസ്സുകളുടെ അവസാനത്തേക്ക് ആവുന്ന സമയത്ത് അവർ എങ്ങനെയാണ് കാണുന്നത്, ഈ പറയുന്ന ഒരു സാധാരണ പ്രേക്ഷകൻ കാണുന്നതിനപ്പുറത്തേക്ക് ഉള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കുള്ള പ്രശ്നങ്ങൾ അതിൽ കണ്ടുപിടിക്കാനും പ്രേക്ഷകൻ ആസ്വാദനപരമാവുന്ന രീതിയിൽ ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും സീനുകളെയും ഷോർട്ടിൽ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ കറക്റ്റ് ചെയ്യാനും ഒക്കെ തന്നെ അവർക്ക് ഈ ട്രെയിനിങ്ങിലൂടെ അവർക്ക് പോസിബിൾ ആണ്. അപ്പോൾ ഇതിനപ്പുറത്തേക്ക് നമുക്ക് എങ്ങനെ ഈ പറയുന്ന കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, അത് ത്രൂ എക്സ്പീരിയൻസ് തന്നെയാണ്. നമ്മൾ അത്രയും ഹവേഴ്സ് സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന പോലെ എക്സ്പീരിയൻസ് മാറ്റേഴ്സ് ആവും. ഓരോ പ്രശ്നങ്ങൾ, ഈ ലാഗ് പോലത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അവിടെ ചില സമയത്ത് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും ചില സീനുകൾ, ആ ഇമോഷൻസ് കൃത്യമായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ. എപ്പോഴും നമ്മൾ എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ വെട്ടിച്ചുരുളിൽ മാത്രമല്ല, ചില സമയത്ത് ആ പറയുന്ന ഇമോഷനെ സസ്റ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് കൃത്യമായിട്ട് അവിടെ അത്രയും മീറ്ററിൽ കൊടുത്തിരിക്കണം. സോ അത്തരം കാര്യങ്ങളും ഈ പറയുന്നത് പോലെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എഡിറ്റിംഗ് സംബന്ധിച്ച്. ഇപ്പോൾ നമ്മളെ ത്രൂ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ ഷോർട്ടൻ ചെയ്യാൻ പറയും. ഷോർട്ടൻ ചെയ്യാൻ പറയുന്ന സമയത്ത് അത് ഷോർട്ടൻ ചെയ്യും. പക്ഷേ ആ ഇമോഷൻസ് അത് പോയിട്ട് ഷോർട്ടൻ എന്നുള്ള പ്രോസസ്സ് നടന്നു. പക്ഷേ അവിടെ ഇമോഷൻ പോയി കഴിഞ്ഞാൽ ഈ പിന്നെ ആ പറയുന്ന കണ്ടന്റിന് കാര്യമില്ല. അപ്പോൾ നമുക്ക് അതിനെങ്ങനെ ബാലൻസ് ചെയ്യാമെന്നുള്ള കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ പറയുന്ന പോലെ എപ്പോഴും നമുക്ക് ശരിയാണ് ഒരു കണ്ടന്റ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഈ അറ്റൻഷൻ സ്പാനൊക്കെ വളരെ കുറഞ്ഞിരിക്കുന്ന കാലഘട്ടമാണ്. ഈ ഇൻസ്റ്റാഗ്രാം അതുപോലത്തെ ഈ സോഷ്യൽ മീഡിയ പരിപാടികളതുകൊണ്ട്. സോ ഈ പറയുന്ന പോലെ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നമുക്ക് എങ്ങനെ ഈ പറയുന്ന പോലെ എഫക്റ്റീവ്ലി ഇതിനെ ഷോർട്ടൻ ചെയ്യണം, അതുപോലെ എന്നാൽ ഐഡിയ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ള തോട്ടിലേക്കും ഈ പറയുന്ന പോലെ എഡിറ്റർ പലപ്പോഴും ഇപ്പോഴത്തെ അവസ്ഥയിൽ പോകേണ്ട കാര്യമുണ്ട്. സോ ഒരു സാധാരണ പ്രേക്ഷകൻ അപ്പുറത്തേക്ക് ഇതിനൊക്കെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഈ പറയുന്ന പോലെ ഇതുപോലെ ട്രെയിനിങ്ങിലൂടെ പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഒരു സിനിമ കാണുകയാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഒരു സീൻ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ പോലും നമ്മൾ ഈ പറയുന്ന പോലെ ലാഗ് ഉണ്ട്, അല്ലെങ്കിൽ അവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ അതിൽ ഇത്തരം എഫക്ട്സ് അപ്ലൈ ചെയ്താൽ കൊള്ളാം, അല്ലെങ്കിൽ ഇത്തരം ഒരു ട്രെൻഡ് നമുക്ക് ഇതിൽ കൊണ്ടുവന്നാൽ കൊള്ളാം എന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മൾ ഫ്രെയിം ബൈ ഫ്രെയിം ഇഴകേറി പരിശോധിക്കുന്നുണ്ട്. ഇതിൽ എന്തൊക്കെ കൊണ്ടുവന്നാൽ എന്തൊക്കെ നന്നാവും, അല്ലെങ്കിൽ ഇതിനെ ഓവർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാവുമോ, ഇത് ഗിമിക്കായിട്ട് മാറുമോ എന്നുള്ള തരത്തിൽ നമ്മൾ ഈ പറയുന്ന പോലെ ഒരു ആക്റ്റീവ് ഡിസ്കഷൻ അതിൽ കൊണ്ടുവരാറുണ്ട്. നമ്മൾ അത് ചെയ്യാറുണ്ട്. ഞാൻ പലപ്പോഴും ക്ലാസ്സുകൾ കഴിഞ്ഞിട്ട് അവർ ചെയ്യുന്ന സാധനങ്ങൾ കറക്ഷൻ എനിക്ക് ടെലിഗ്രാമിൽ അയച്ചു തരും. തന്നെ ഈ പറയുന്ന പോലെ റീകറക്റ്റ് ചെയ്യാൻ പറയും. അങ്ങനെ ഒരു ഈ പറയുന്ന പോലെ തൗസൻഡ്സ് ഓഫ് റിവ്യൂ ഇതിൽ നടക്കുന്നുണ്ട്. സോ അത്തരം ഒരു റിവ്യൂ എന്നുള്ള പരിപാടി ഈ പറയുന്ന പോലെ ഫിലിം എഡിറ്റിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊരു സാധനം പലപ്പോഴും ഡിപ്പെൻഡ്സ് അപ്പോൺ ദ മൂഡ്, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന മൂഡും അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്ന സാഹചര്യം ഒക്കെ ഡിപ്പെൻഡ് ചെയ്യും ഈ പറയുന്ന പോലെ ഈ ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന കാര്യത്തിൽ. അപ്പോൾ നമ്മൾ ഒരു തിരക്കുള്ള സമയത്ത് അല്ലെങ്കിൽ നമ്മൾ വളരെ എക്സ്പോസ്ഡ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്യുന്നൊരു കട്ടായിരിക്കില്ല നമുക്ക് ചിലപ്പോൾ അത് വേറെ സമയത്ത് ഓക്കെ ആയിട്ട് തോന്നുന്നതാണ്. സോ അത്തരം കാര്യങ്ങളും ഈ പറയുന്ന പോലെ ബാലൻസ് ചെയ്യേണ്ടതുണ്ട് ഒരു എഡിറ്റർ എന്ന് പറയുന്നത്. ഫിലിം എഡിറ്റിംഗ് അക്കാഡമിക്കലി പഠിച്ചതിന് ശേഷവും ഇത്തരം കാലം അധ്യാപകനായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തും എനിക്ക് മനസ്സിലായിട്ടൊരു കാര്യമാണ്, സിനിമയുടെ വളരെ ബേസിക് അല്ലെങ്കിൽ സിനിമ എന്ന് പറഞ്ഞ എഡിറ്റിംഗ് തന്നെയാണ്. ഇത് വളരെ കണക്റ്റഡ് അല്ലെങ്കിൽ ഇത് അതിൻ്റെ ബേസിക്സ് എന്ന് പറഞ്ഞാൽ സിനിമ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഈസ് എഡിറ്റിംഗ്.
സോ ഈ പറയുന്ന ഒരു നമ്മൾ ഈ ഒരു ട്രെൻഡല്ല, ഈ പറയുന്നൊരു കാര്യത്തിൽ നമ്മൾ എപ്പോഴും കണ്ടുവരുന്ന കാര്യമാണ് ഈ എഡിറ്റേഴ്സ് ടേൺഡ് ഫിലിം ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞൊരു കാര്യം. സോ അത് ഇപ്പോൾ റീസെൻ്റായിട്ട് നമുക്ക് ഈ പറയുന്ന പോലെ ടെക്നോളജി അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ വളരെ അപ്രോച്ചബിൾ ആയതുകൊണ്ട് നമുക്കിപ്പോൾ ആർക്ക് വേണമെങ്കിലും സിനിമ സംവിധാനം ചെയ്യാൻ പറ്റുന്നൊരു അല്ലെങ്കിൽ സിനിമ എടുക്കാൻ പറ്റുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ എഡിറ്റേഴ്സ് ടേൺ ഡയറക്ടേഴ്സ് വരുന്ന സമയത്ത് ഉണ്ടാകുന്നൊരു പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത്, ബേസിക്കലി എഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഫിലിം മേക്കർ തന്നെയാണ്. അവർക്ക് ഈ പറയുന്ന പോലെ ചെയ്ത് കൊണ്ടുവരുന്ന കാര്യത്തിന് കൃത്യമായി എങ്ങനെ അടുക്കി വെച്ച് എങ്ങനെ കഥ പറഞ്ഞ് എങ്ങനെ ഫിനിഷ് ചെയ്യണം എന്നുള്ള ആ ഒരു കൃത്യമായിട്ടുള്ള ബോധം അവർക്ക്, അത്തരം എക്സ്പീരിയൻസ് അവർക്കുള്ളത് കൊണ്ട് തന്നെ ഈ പറയുന്ന ഫിലിം മേക്കിംഗ് പ്രോസസ്സും സാധാരണ എഡിറ്റർമാർ ഡയറക്ടർ ആകുമ്പോൾ എളുപ്പമാവാറുണ്ട്. അപ്പോൾ ഈ എഡിറ്റേഴ്സ് സാധാരണ ഫിലിം മേക്കേഴ്സ് ആകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രധാന വ്യത്യാസവും ഒരു ഫണ്ണും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ഒരു റൈറ്റർ ഡയറക്ടർ ആലോചിക്കുന്ന പോലെ ആയിരിക്കില്ല എഡിറ്റർ ആലോചിക്കുന്നത്. എഡിറ്റർ ഓൾറെഡി സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് ഓൾറെഡി ഒരു എഡിറ്റഡ് സ്ക്രിപ്റ്റ് ആയിരിക്കും അവർ എഴുതുന്നത്. സ്വാഭാവികമായിട്ട് അവർ അങ്ങനെ എഴുതുന്നത്, കാരണം ദേ നോ വേർ ദ പോയിന്റ്സ് ടു കണക്ട് എന്ന് പറയുന്ന കാര്യം. സോ അത്തരം ഒരു ഡിഫറൻസസ് എഡിറ്റേഴ്സ് സംവിധാനമാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ അവർക്ക് കുറച്ചുകൂടി എന്താണ് ഈ പറയുന്ന പോലെ ഓരോ ഷോട്ടുകളെ ഓരോ സീനുകൾ എങ്ങനെ കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇതിൻ്റെ സാധ്യതകൾ എത്രത്തോളം ഉണ്ട്, ഈ കഥകളിൽ എത്രത്തോളം പോയിന്റ്സ് നമുക്ക് ഇന്റർ കണക്ട് ചെയ്യാം, എന്തൊക്കെ നമുക്ക് ഈ പറയുന്ന പോലെ സസ്റ്റെയിൻ ചെയ്യാം, ഒഴിവാക്കാം എന്നുള്ള ഒരു ധാരണ ഓൾറെഡി ഉള്ളത് കൊണ്ട് തന്നെ ഈ പ്രോസസ്സ് ഒരു തരത്തിൽ ഹെൽപ്ഫുൾ ആവാറുണ്ട്. അറ്റ് ദ സെയിം ടൈം ഈ പറയുന്നത് പോലെ നമുക്ക് വേറൊരു സെൻസിൽ വേറൊരു പെർസ്പെക്റ്റീവിൽ നമുക്ക് മോശമാവാറുണ്ട്. ഇപ്പോൾ ഒരു എഡിറ്റർ ഈ പറയുന്ന പോലെ ആ ഒരു എഡിറ്റിംഗ് സെൻസിൽ ഈ സ്ക്രിപ്റ്റ് എഴുതുകയും ഡയറക്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് അനാവശ്യമായിട്ടുള്ള ഷോട്ടുകൾ, അനാവശ്യമായിട്ടുള്ള സീനുകൾ എടുക്കാതിരിക്കാൻ അതിൻ്റെ ആവശ്യം വരുന്നില്ല. എന്നാൽ ഈ പറയുന്ന പോലെ നമ്മൾ കൃത്യമായ ഡയലോഗുകളിൽ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള സെൻറ്റൻസുകളിൽ ഈ പറയുന്ന പോലെ ഷോട്ടുകളെ മുറിക്കുന്നത് കൊണ്ടും അല്ലെങ്കിൽ ആ സെൻസിൽ, ആ മുറിക്കുന്ന സെൻസിൽ നമ്മൾ എടുക്കുന്നത് കൊണ്ടും പലപ്പോഴും സിനിമയിലുള്ള ചില നമുക്ക് വീണ് കിട്ടാവുന്ന ചില നല്ല മൊമെൻറ്റ്സ് നഷ്ടപ്പെടാറുണ്ട്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇതിൻ്റെ രണ്ട് സൈഡും ഉണ്ട്. സോ അത്തരം രീതിയിൽ എഡിറ്റേഴ്സ് സംവിധായകന്മാരാവുന്ന സമയത്ത് കുറച്ചുകൂടി ഇതിനൊരു ബാലൻസ് ഔട്ട് ചെയ്യണം. നമ്മൾ ഈ പറയുന്ന പോലെ നമ്മളുടെ കൃത്യമായിട്ടുള്ള കഥ പറയുന്ന സെൻസിനെയും എന്നാൽ കുറച്ച് കാര്യങ്ങൾ വിട്ടുകൊടുക്കുന്ന രീതിയിൽ ചെയ്യണം. കാരണം അതിൻ്റെ ഒരു ബാലൻസ് കീപ്പ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ കൃത്യമായ കട്ടുകളിൽ മാത്രമായി ഒതുങ്ങി പോകുന്ന സിനിമകൾ വരും. അവിടെ ഒരു ബ്രീത്തിങ് സ്പേസ് നമുക്ക് പിന്നീട് കൊടുക്കാനോ അങ്ങനത്തെ ഓപ്ഷൻസ് ചിലപ്പോൾ നമുക്ക് പിന്നീട് എടുക്കാൻ പറ്റില്ല. സോ അവിടെ നമുക്ക് ക്യാമറമാനെയോ ട്രസ്റ്റ് ചെയ്യുന്ന തരത്തിൽ കുറച്ച് കാര്യങ്ങൾ വിട്ടുകൊടുക്കേണ്ടി വരും. അതുപോലെ ഈ എഡിറ്റർ ഡയറക്ടർമാരാകുന്ന സമയത്ത് ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യം എന്ന് പറയുന്നത് എഡിറ്റിംഗ് വേറെ ആളെ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. കാരണം അവിടെ അത്തരം ഈ പറഞ്ഞ പോലെ ഈ സ്റ്റബേൺനെസ് വരും. നമ്മളുടെ തോട്ടുകൾ, നമ്മളുടെ കാര്യങ്ങൾ, നമ്മളുടെ ഷോട്ടുകൾ എന്നുള്ള സ്റ്റബേൺനെസ് വരാതിരിക്കാൻ നമ്മൾ പലപ്പോഴും എഡിറ്റർ സംവിധായകനാകുന്ന സമയത്ത് വേറൊരു എഡിറ്ററിനെ വെച്ച് എഡിറ്റ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു ഷോട്ടുകളെ നമുക്ക് എങ്ങനെയൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അത്തരം സാധ്യതകൾ, അത്തരം ഈ പറഞ്ഞ പോലെ ഓപ്ഷൻസിനെ നമുക്ക് ഈ പറയുന്ന പോലെ ഫിലിം സ്കൂൾ ബേസിസിൽ നമുക്ക് എത്രത്തോളം എഫക്റ്റീവായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും, എത്രത്തോളം ചെയ്യാൻ പറ്റുന്നുള്ളത് നമുക്ക് വളരെ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെ ക്ലാസ്സുകളിൽ ഈ പറയുന്ന പോലെ ചില സീനുകൾ സ്റ്റുഡൻസ് ചോദിക്കാറുണ്ട്, നമുക്കിതിനെ ഇങ്ങനെ എടുത്തൂടെ, അല്ലെങ്കിൽ ഈ പറയുന്ന സിംഗിൾ ഷോട്ട് എടുത്തൂടെ. സോ ഇത്തരം കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഷൂട്ട് ചെയ്ത് വന്നിട്ട് നമ്മൾ എഡിറ്റ് ചെയ്ത് ആ പ്രോസസ്സിൽ നമ്മൾ ആ സമയത്ത് ആ സീൻ അല്ലെങ്കിൽ ആ സിനിമയ്ക്ക് വേണ്ട എന്താണോ എന്നുള്ള അതാണ് ആ ഫസ്റ്റ് ഈ പറയുന്ന പോലെ പ്രിഫറൻസിനായിട്ട് നമ്മൾ ചെയ്യുന്നത്. സംവിധായകൻ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ആ സിനിമയ്ക്ക് എന്താണ് ആവശ്യം, ആ സീൻ എന്താണ് ആവശ്യം എന്ന രീതിയിൽ നമ്മൾ ആദ്യം ചെയ്യും. എന്നിട്ട് ആ പെർട്ടിക്കുലർ സീൻ ഈ പറയുന്ന പർപ്പസിൽ വർക്കാവുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒബ്വിയസ്ലി നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു മീറ്റിംഗ് വിളിച്ചിട്ട് നമ്മൾ ചോദിക്കും. ഒരു അക്കാഡമിക് തലത്തിൽ ഫിലിം എഡിറ്റിംഗ് അല്ലെങ്കിൽ ഫിലിം മേക്കിംഗ് പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം എന്ന രീതിയിൽ നമുക്കതിൻ്റെ ഒരു സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സിനിമ ചെയ്യുന്ന പോലെ ഒരു സ്ഥലത്ത് പോയിട്ട് ഷൂട്ട് ചെയ്തിട്ട് അത് എന്താ പറയുക, അത് അവിടെ കഴിഞ്ഞു എന്ന രീതിയിൽ നമ്മൾ ചെയ്യാൻ പറ്റാതെ നമുക്ക് റീഷൂട്ട് ചെയ്യാൻ പറ്റും. ഇവിടെയാണെങ്കിൽ നമ്മൾ ഇവിടുത്തെ എക്സസൈസുകൾ നമ്മൾ ഇതുപോലെ ഷൂട്ട് ചെയ്തിട്ട് അതിൻ്റെ പോരായ്മകൾ എന്താണ്, ഓക്കെ തന്നെ ഈ പറഞ്ഞ പോലെ ആ സ്ഥലത്ത് ഇന്നത് ഫിൽ ചെയ്താൽ ശരിയാവുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഡേക്ക് പോയിട്ട് അത് റീഷൂട്ട് ചെയ്തിട്ട് തിരിച്ച് കൊണ്ടുവന്ന് എഡിറ്റ് ചെയ്ത് നോക്കും. അതും വർക്കാവുന്നില്ലെങ്കിൽ നമ്മൾ അടുത്തൊരു ഓപ്ഷൻ നോക്കും. സോ അത്തരം ഒരു ഈ പറയുന്നത് പോലെ ഷൂട്ട് ചെയ്ത് തിരിച്ചു കൊണ്ടുവന്ന് അങ്ങനത്തെ ഒരു ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. അല്ലാതെ നമ്മൾ ആസ് എൻ എഡിറ്റർ ഒരിക്കലും നമ്മൾ ഈ പറയുന്ന പോലെ കിട്ടാത്ത കാര്യത്തെക്കുറിച്ച് കംപ്ലൈൻറ്റ് പറയാൻ പാടില്ല. നമ്മൾ ഉള്ള മെറ്റീരിയൽ എന്താണോ എടുക്കുക, അതിൽ നിന്നാണ് മാക്സിമം നമ്മൾ ചെയ്യേണ്ടത്. എന്നാൽ പോലും ഈ പറയുന്നത് പോലെ ഒരു വിദ്യാഭ്യാസം എന്ന രീതിയിൽ ആലോചിക്കുന്ന സമയത്ത് നമുക്ക് അത്തരം ഓപ്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന പോലെ ഒരു ഓപ്ഷൻ ഇത് ബെറ്റർ ആണെന്ന് തോന്നുന്നൊരു മൊമെൻറ്റിൽ അതിനെ ഷൂട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് പ്ലേസ് ചെയ്തിട്ട് ഓക്കെ ഇത് ഫിക്സ് ആവുന്നുണ്ടോ എന്ന് നോക്കാനുള്ള ഓപ്ഷൻ പോലും നമുക്ക് ഈ പറയുന്ന പോലെ ഫിലിം സ്കൂൾ വിദ്യാഭ്യാസത്തിലുണ്ട്. സോ ആ രണ്ട് തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ കോൺട്രാസ്റ്റിംഗ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് അങ്ങനെയും ചെയ്ത് നോക്കാം, ഇങ്ങനെയും ചെയ്ത് നോക്കാം. അതിലൂടെ കിട്ടുന്ന ഒരു ലേണിംഗ് കർവേച്ചർ വളരെ വലുതാണ്. സിനിമ പഠിച്ചില്ലെങ്കിൽ പോലും ഇവിടുന്ന് പഠിച്ചാൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ പഠിക്കണം എന്ന് ഞാൻ സംസാരിക്കേണ്ടായി. അത് കുറച്ചുകൂടി അർത്ഥവത്താവുന്നത് എഡിറ്റിങ്ങിൽ പോസ്റ്റ് പ്രൊഡക്ഷനിൽ വരുന്ന സമയത്താണ്. പലപ്പോഴും എഡിറ്റേഴ്സ് അല്ലെങ്കിൽ ഡയറക്ടേഴ്സ്
അവർ പോസ്റ്റിൽ വരുന്ന സമയത്ത് പലപ്പോഴും ആ ക്ലാഷ് ഉണ്ടാവാറുണ്ട്. നമ്മൾ ഐഡിയാസിന് ക്ലാഷ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇപ്പോൾ എഡിറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇത്രയും ഹവേഴ്സിൽ സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ടും അവർ ഇത്രയും ഈ പറഞ്ഞ മെറ്റീരിയൽ കാണുന്നതുകൊണ്ടും അവർക്കറിയാം ചില കാര്യങ്ങൾ വർക്കാകുമോ ഇല്ലയോ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ റിപ്പീറ്റേഷൻ ആണോ അല്ലയോ എന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവാറുണ്ട് പലപ്പോഴും. സോ അത്തരം ഒരു ക്ലാഷ് വരുന്ന സമയത്ത് നമുക്ക് എങ്ങനെ ഈ പറയുന്ന ഇത്തരം കമ്മ്യൂണിക്കേഷനിലൂടെ നമുക്ക് എഫക്റ്റീവ്ലി ഒരു ന്യൂട്രൽ ലെവലിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളത് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ കുറച്ച് ഈസിലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഈ പറയുന്ന പോലെ ഒഫൻഡഡ് ആവാതെ നമ്മൾ വളരെ മാന്യമായിട്ട് ഇന്ന കാര്യം റിപ്പീറ്റീവ് ആണ്, അല്ലെങ്കിൽ ഇന്ന കാര്യം ഓൾറെഡി നമ്മൾ പല പ്രാവശ്യം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, അല്ലെങ്കിൽ ഇത് ഈ സിനിമയെ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഇത് വർക്കാവുന്ന കാര്യമല്ല എന്നുള്ള കാര്യങ്ങൾ കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും, എന്നാൽ ഇതിൻ്റെ ഒരു അതർ ഓപ്ഷൻ ഇതിനപ്പുറത്തേക്ക് ഇതെന്താണ് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ സംസാരിച്ച് ഇത് വർക്കാവില്ല എന്ന് പറഞ്ഞതിനപ്പുറത്തേക്ക് നമുക്ക് ഇത് വർക്കാവുന്ന എന്താണെന്ന് കാണിച്ചു കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടി വേണം. എഡിറ്റേഴ്സ് ഒരിക്കലും ഇത്തരം തർക്കങ്ങൾ ഉണ്ടാക്കി ഞാനാണ് ശരി നിങ്ങളാണ് ശരി എന്നുള്ള അപ്പുറത്തേക്ക് ഇതിന് അതൊരു ഓപ്ഷൻ എന്താണെന്നുള്ളതും ചെയ്ത് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ അത്തരം ഒരു ഓപ്ഷൻസ് കൃത്യമായിട്ട് ചെയ്തിട്ട് അതിനെ ഈ പറഞ്ഞ പോലെ കാണിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് റിവ്യൂ കഴിഞ്ഞിട്ട് ആൾക്കാരുടെ ഒരു എന്താ പറയുക ഇത് ഇങ്ങനെയും വർക്കാവും എന്നുള്ള ഓപ്ഷൻസ് കാണിച്ചു കൊടുക്കുക എന്നുള്ളത് എഡിറ്ററിനെ സംബന്ധിച്ചോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഈസിയായി നമുക്ക് തർക്കത്തിലേക്ക് പോകാൻ വളരെ ഈസിയാണ്, പക്ഷേ അതിൽ റെസൊല്യൂഷൻ ഉണ്ടാക്കാനാണ് നമുക്ക് എപ്പോഴും എന്താ പറയുന്ന ഏറ്റവും ബുദ്ധിമുട്ട്. സോ എഡിറ്റർ ഈ പറയുന്ന പോലെ ഫ്യൂവർ കംപ്ലയിൻസ് എപ്പോഴും പറയാതിരിക്കുക. കംപ്ലയിൻസ് ലെസ്സായിട്ട് നമ്മളതിനെ ഹാൻഡിൽ ചെയ്തുകൊണ്ട് നമുക്കുള്ള മെറ്റീരിയലിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് എന്തൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഡയറക്ടറിൻ്റെ വിഷനോട് സ്റ്റിക്ക് ചെയ്യാനും പഠിക്കണം. നമ്മൾ ഒരുപാട് സംവിധായകൻ ഉറപ്പായിട്ടും ഈ പറഞ്ഞ ഇത്രയും മണിക്കൂർ ഇരുന്ന് ഇതിൻ്റെ പുറത്തിരുന്ന ആൾക്കാരായിരിക്കും. അവർക്ക് ഈ പറഞ്ഞ പോലെ ഒരു വിഷൻ ഉണ്ടാവും, എന്നാൽ നമ്മൾ കൊടുക്കുന്ന സജഷൻസ് ആ വിഷൻ്റെ പുറത്ത് പോവുകയും ചെയ്യരുത്. അപ്പോൾ ആസ് എഡിറ്റേഴ്സ് ആ സെൻസിബിലിറ്റിയും വേണം. നമ്മൾ പറയുന്ന കാര്യം സെൻസിബിൾ ആവണം, ഈ പറഞ്ഞ വിഷനിൽ സ്റ്റിക്ക് ചെയ്യണം, ഈ പറഞ്ഞ കഥയിൽ ഇത് വർക്കാവും എന്നുള്ളത് കാര്യം. നമ്മളിപ്പോൾ ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു സെഗ്മെൻറ്റിന് വേണ്ടി മാത്രമല്ല എഡിറ്റ് ചെയ്യുന്നത്, ആ സിനിമയ്ക്ക് ഇതെങ്ങനെ വർക്കാവുമോ എന്നുള്ള ഒരു വിഷനോടുകൂടി എഡിറ്റ് ചെയ്യണം. അപ്പോൾ അവിടെ ഇത്തരം ഈഗോസ് എപ്പോഴും ഉണ്ടാവും, പക്ഷെ അതിനെ നമുക്ക് എങ്ങനെ ബാലൻസ് ചെയ്യാൻ പറ്റും. ഈ പറയുന്ന പോലെ സംസാരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമ്മളെങ്ങനെ ഈ പറയുന്ന പോലെ ഈ ഐഡിയ ഇത് വർക്കാകും, അല്ലെങ്കിൽ ഇത് ഈ പറയുന്ന പോലെ ഇങ്ങനെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ മേ ബി കുറച്ചുകൂടി രസമാവും. അത് നമ്മൾ പലപ്പോഴും അത്തരം സ്റ്റേജസുകൾ നമ്മൾ ചിലപ്പോൾ എന്താ പറയുക നമ്മൾ സൗണ്ട് ഡിസൈനറോ സൗണ്ട് എഡിറ്ററോ ചെയ്യേണ്ട പണി നമ്മൾ ചെയ്ത് കൊടുത്ത് അതിനൊന്ന് ഫൈനലാക്കി കാണുന്ന തരത്തിൽ നമ്മൾ കാണിച്ചു കൊടുത്തിട്ട് വേണ്ടി വരും നമുക്ക് എന്ത് ചെയ്യാം അത് കൺവിൻസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. സോ ഇപ്പോൾ സിനിമയിലാണെന്നുണ്ടെങ്കിൽ സംവിധായകൻ, ആക്ടേഴ്സ് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് ഒക്കെ ഇതിൽ ഇൻവോൾവ് ആവും. സോ ഇത്തരം ആൾക്കാരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് ഒരു ട്രൂ സ്കില്ലാണ്. അതും ഈ പറഞ്ഞ എഡിറ്റർ വളരെ രസമായിട്ട് മനസ്സിലാക്കേണ്ടത്, വളരെ രസമായിട്ട് പഠിച്ചെടുക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. കുറച്ച് കാലം മുന്നേ വരെ എഡിറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരവരുടെ പാട്ട് മാത്രം ചെയ്താൽ മതിയായിരുന്നു. അവർക്ക് എഡിറ്റ് ചെയ്തിട്ട് അതിനോടനുബന്ധിച്ച കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതിയായിരുന്നു. പക്ഷേ അങ്ങനെയല്ല. എഡിറ്റേഴ്സിനെ ഹയർ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ എഡിറ്റേഴ്സിൻ്റെ ഒരു എന്താ പറയുക അവരുടെ ഒരു സ്കില്ല് കുറച്ചുകൂടിയും ആൾക്കാർ ജഡ്ജ് ചെയ്യുന്നത് അവരുടെ പാക്കേജ് എന്നപോലെ ഒരു എന്തൊക്കെ അറിയാം എഡിറ്റിങ്ങിന് അപ്പുറത്തേക്ക് VFX ഓറിയൻ്റായിട്ടാണ്, സൗണ്ട് ഓറിയൻ്റായിട്ടാണെങ്കിലും കളർ ഓറിയൻ്റായിട്ടാണ്. അപ്പോൾ അത്തരത്തിലൊരു വലിയ പാക്കേജ് എന്ന രീതിയിലാണ് പലപ്പോഴും ഇപ്പോൾ എഡിറ്റേഴ്സിനെ ആൾക്കാർ കാണുന്നത്. സോ നേരത്തെ പറഞ്ഞ പോലെ എഡിറ്റിങ്ങിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് ഈ പറഞ്ഞ പോലെ എക്സ്ട്രാ സ്കിൽസുകളും എഡിറ്റേഴ്സ് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഈ പറഞ്ഞ AI എന്ന് പറയുന്ന സാധനമാണെങ്കിൽ പോലും, അല്ലെങ്കിൽ കളറിങ് സ്കിൽസ് ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ സൗണ്ടിൻ്റെ കാര്യങ്ങളാണെങ്കിൽ പോലും. സോ അത്തരം ഒരു വാസ്റ്റ് ഏരിയ കൂടിയും ടെക്നിക്കൽ വളരെ ഇമ്പോർട്ടൻ്റ്. കാരണം പല ആൾക്കാരും ഈ പറയുന്ന പോലെ എഡിറ്റിംഗ് പഠിച്ചിറങ്ങിയ, ഇപ്പോൾ പൂനെ SRFT പോലത്തെ പ്രസ്റ്റീജിയസ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിറങ്ങിയ പല ആൾക്കാരും ഒരു ഘട്ടം കഴിഞ്ഞാൽ ടെക്നോളജി മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് അതിനോട് കോപ്പ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. സോ അത്തരം ഒരു എന്താ പറയുക അതിനോട് പുറകെ പോവാതെ ഈ ടെക്നോളജിക്കലി നമ്മൾ എങ്ങനെ കാര്യങ്ങളെ പുതിയ വരുന്ന കാര്യങ്ങൾ എങ്ങനെ അറിഞ്ഞിരിക്കണം, അതിനോട് എങ്ങനെ അപ്ഡേറ്റ് ചെയ്യപ്പെടണം, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ്. കാരണം നമ്മളിപ്പോൾ സെറ്റിൽ അല്ലെങ്കിൽ നമ്മൾ സിനിമ ലൊക്കേഷനിൽ പോകുന്ന സമയത്ത് ഇവിടെ ഓരോ 6 മാസം മുഴുവൻ പുതിയ കാര്യങ്ങൾ, പുതിയൊരു ടെക്നോളജി വരും. അപ്പോൾ അതിനോട് എങ്ങനെ നമുക്ക് കോപ്പ് ചെയ്യാൻ പറ്റും, അതിനോട് എങ്ങനെ നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് നമുക്ക് അതിൽ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ നമ്മൾ ഈ സിനിമ എഡിറ്റർ അല്ലെങ്കിൽ ഫിലിം എഡിറ്റേഴ്സ് അല്ലെങ്കിൽ എഡിറ്റേഴ്സ് അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ഇപ്പോൾ എഡിറ്റേഴ്സ് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്, കൺഫ്യൂഷൻസ് ഉള്ള കാര്യങ്ങളുണ്ട്, ആൾക്കാരായിട്ട് എഫക്റ്റീവ്ലി എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം നമ്മൾ പറഞ്ഞു, ടെക്നിക്കലി എങ്ങനെ അറിഞ്ഞിരിക്കണം നമ്മൾ പറഞ്ഞു. അതുപോലെ നമ്മൾ ഒരു A to Z ആയിട്ടുള്ള നമ്മൾ എഡിറ്റേഴ്സ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ സംസാരിച്ചു. സോ അത്തരത്തിലൊരു വളരെ ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു സിലബസ് നമ്മൾ LMS സിസ്റ്റമിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന പോലെ തുടക്കം മുതൽ ഒരു എഡിറ്റർ തുടക്കം മുതൽ മെഷീൻ അറിഞ്ഞുകൊണ്ട് തുടങ്ങുന്നത് മുതൽ ഈ പറയുന്ന പോലെ സിനിമയെ മനസ്സിലാക്കുന്ന, അതുപോലെ ഓരോ സീനുകളെ ഈ പറയുന്ന പോലെ എഴുകേറി എഡിറ്റ് ചെയ്യുന്ന രീതിയിലും, ഓരോ ജോണേഴ്സിന് എഡിറ്റ് ചെയ്യുന്ന രീതിയിലും, ഓരോ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സിനെ വെച്ച് എഡിറ്റ് ചെയ്യുന്ന രീതിയിലും, അതുപോലെ ആസ് എ ഹോൾ സിനിമ ഈ പറയുന്നത് പോലെ എങ്ങനെ സീനുകളാൽ നമ്മൾ ചേർത്ത് വെച്ച് വർക്കാക്കി ഒരു സിനിമ കൃത്യമായി കംപ്ലീറ്റ് ആയിട്ടൊരു ഒരു ഫൈനായിട്ടുള്ള ഒരു പ്രൊഡക്റ്റായി മാറുന്നത് വരെയുള്ള ടെക്നിക്കൽ ആൻഡ് എസ്തെറ്റിക്കൽ ചോയ്സസുകളെ കുറിച്ചുള്ള
സമഗ്രമായ പഠനം നമ്മൾ എലമെൻസ് ഓഫ് സിനിമയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ സിലബസ് അത്രയും വളരെ റോബസ്റ്റ് ആയിട്ട് സിലബസാണ്. സോ ഇതാണ് എലമെൻസ് ഓഫ് സിനിമയിൽ നമ്മൾ ഫിലിം എഡിറ്റിംഗ് എന്ന് പറയുന്ന കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. താങ്ക് യു.